അതാണ് വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഇന്നലെ കണ്ടത് ബീഹാറിലെ 124 വയസ്സുള്ളൊരു സ്ത്രീ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബ്രഹ്മാവ് പോലും ഞെട്ടിപ്പോയി. കാരണം ബ്രഹ്മാവിൻ്റെ കണക്കിൽ 105 മേലെ ഇതുവരെ ബ്രഹ്മാവ് പടച്ചു വിട്ടവരാരും ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. 124 വർഷം എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് പുരാണങ്ങൾ വായിച്ചിട്ടുണ്ട് ബ്രഹ്മാവിനെയൊക്കെ തപസ് ചെയ്തിട്ട് ഓരോ വരം വാങ്ങുന്നത്. രാവണൻ്റെ വരം മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ മരിക്കാൻ പാടുള്ളൂ, കൊല്ലുന്ന മനുഷ്യൻ വരുന്നത് വരെ ചിരഞ്ജീവി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ച് പുരാണത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ 124 വയസ്സ് വരെ ജീവിച്ച വനിത ആരാണെന്ന് കണ്ടിട്ട് അതായത് പറഞ്ഞത് ബ്രഹ്മാവിനെ പോലും ഞെട്ടിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇങ്ങനത്തെ നടപടികൾ നമ്മുടെ രാജ്യത്തിനെ എവിടെ കൊണ്ടെത്തിക്കും? ഞാൻ പറഞ്ഞ ഇലക്ഷനിൽ തോൽവിയും വിജയമൊക്കെ ഉണ്ടാവും. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ആ ജനാധിപത്യത്തിൻ്റെ ഭാഗമുള്ള ഒരു പരാജയമായിട്ട് അംഗീകരിക്കാൻ നമുക്ക് യാതൊരു മടിയില്ല. പക്ഷേ ജനവികാരത്തിനെ കള്ളവോട്ട് കൊണ്ടും ആൾമാറാട്ടം കൊണ്ടും അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പരാജയപ്പെടുന്നത് ജനാധിപത്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ ഈ വിജയം ബ്രിമ്മിലല്ലേ? നരേന്ദ്രമോദിയുടെ വിജയം ബ്രിമ്മിലാണ്. കാരണം അയോധ്യ ഏറ്റവും അധികം ഇലക്ഷനിൽ വികാരമുണ്ടാക്കി പ്രസംഗിച്ച് അയോധ്യ പോലും കൈവിട്ടു BJP-യെ. ആ സമയത്താണ് പ്രതീക്ഷിക്കാത്ത തൃശ്ശൂർ പോലുള്ള നിയോജകമണ്ഡലങ്ങൾ BJP ജയിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് ജനാധിപത്യത്തിനെ അട്ടിമറിക്കുന്ന തെളിവുകളാണ് കിട്ടിയത്. ഇതൊക്കെ ഇതിൽ പറയുന്ന ഈ ഫ്ലാറ്റുകൾ പറയുന്ന വോട്ട് ചേർത്തതിനെക്കുറിച്ച് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് രസം.